Hey all, welcome to my daily vlog. A new day, a new chance, a new beginning. കുറച്ച് പേരെല്ലാം വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോർമലി ചെയ്യുന്ന ഓരോ കാര്യം ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ മോളെയും വെച്ചിട്ട് ഫുൾ ഡേ ഫോണും വെച്ചിരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ടിപ്സും അതിൻ്റെ കൂടെ ഒരു റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മൾ ലോണ്ട്രി ചെയ്യുമ്പോൾ എല്ലാ ഡ്രസ്സൊന്നും നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല. ചില ഡ്രസ്സ് എന്താണെങ്കിലും നമ്മൾ കയ്യിൽ അലക്കേണ്ടി വരും. ചില എംബ്രോയിഡറി ചെയ്ത ഡ്രസ്സുകൾ, ചില ടീഷർട്ട്സ്, ഇതെല്ലാം നമ്മൾ എന്തായാലും കൈ വെച്ച് അലക്കേണ്ടി വരും. കാരണം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോകുന്ന ടൈപ്പ് തുണികളായിരിക്കും. അപ്പോൾ എല്ലാ ടൈമും നമുക്കിങ്ങനെ കൈ കൊണ്ട് അലക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ അതിനുള്ളൊരു ചെറിയ ടിപ്പാണ് ഇത്. ഇങ്ങനൊരു ലോണ്ട്രി ബാഗിലാക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഡ്രസ്സിന് വലിയ പ്രശ്നമൊന്നും വരില്ല. ഇത് കുറേ ആൾക്കെല്ലാം അറിയുന്നൊരു കാര്യമായിരിക്കും, എന്നാലും ജസ്റ്റ് ഇവിടെ ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ. പൊതുവേ ചില ടീഷർട്ട്സും കാര്യമെല്ലാം വാഷിംഗ് മെഷീനിലിട്ടാൽ വെലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ബാഗിലെല്ലാം ആക്കിയിട്ട് വാഷിംഗ് മെഷീനിലിട്ടാൽ വലിയ പ്രശ്നം വരില്ല. എനിക്ക് കൈ കൊണ്ട് അലക്കാനെല്ലാം കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ എന്നെ പോലത്തെ ആൾക്കാർക്ക് ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം ഞാൻ കുറച്ച് ഡ്രസ്സുകളാണ് ഈ ഒരു ലോണ്ട്രി ബാഗിലാക്കിയിട്ടിട്ടത്. ബാക്കി എല്ലാ ഡ്രസ്സും നമ്മൾ നോർമലി വാഷിംഗ് മെഷീനിൽ ഇടുന്ന പോലെ തന്നെ ഇട്ട്. ഇങ്ങനെ കുറച്ച് വർക്ക് വരുന്ന ഡ്രസ്സും അതുപോലെ തന്നെ നെറ്റിൻ്റെ കുറച്ച് ഡ്രസ്സുകളെല്ലാം ഇങ്ങനെ ലോണ്ട്രി ബാഗിലാക്കിയിട്ട് വാഷ് ചെയ്തെടുത്ത്. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്ത ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ചെറിയ മക്കളുള്ള ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ കാണിച്ചത്. നമ്മളെ മക്കൾ ഫുഡ് കഴിക്കുമ്പോൾ എത്ര നമ്മൾ ബിബും കാര്യമെല്ലാം യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും അവർ ഡ്രസ്സിലാവാണ്ട് നിൽക്കൽ അപൂർവമായിരിക്കും അല്ലേ. പക്ഷേ ചില സ്റ്റെയിന് എത്ര നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും അത് പോവുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇത് കുറച്ച് നമ്മൾ ഡ്രസ്സിൽ സ്റ്റെയിൻ ആയ ഭാഗത്ത് നല്ലോണം സ്പ്രേ ചെയ്തിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നോർമലി വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്താൽ മതി. എനിക്കത് ആക്ച്വലി നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. മക്കളുടെ ഡ്രസ്സെല്ലാം ഇങ്ങനെ സ്റ്റെയിൻ ആയിട്ട് അത് പോയിട്ടില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതിന് എനിക്ക് കിട്ടിയ നല്ലൊരു സൊല്യൂഷനാണ് ഇത്. അങ്ങനെ ആ ഒരു പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ പതിവ് പോലെ തന്നെ എൻ്റെ ഹെൽപ്പർ എൻ്റെ കൂടെ തന്നെ കിച്ചണിലുണ്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയെല്ലാം എന്തെല്ലാം ചെയ്ത് കഴിഞ്ഞാലും അങ്ങോട്ട് ശരിയാകാത്ത ദിവസങ്ങളുണ്ടാവും. അങ്ങനത്തെ ദിവസമായിരുന്നേ കഴിഞ്ഞ 2 ദിവസവും. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഒരു ബ്രേക്ക് എടുത്ത് കംപ്ലീറ്റ്ലി ഒന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിന്ന് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. എനിക്കെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് ആരെ മുമ്പിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന റൈറ്റാണ് എൻ്റെ പാസ്ത. ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റായിട്ട് നല്ല രീതിക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് ഈ ഒരു പാസ്തയാണ്. അപ്പോൾ ഞാനിന്ന് പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. നോർമലി ഞാൻ എപ്പോഴും ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഫസ്റ്റ് തന്നെ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. കുറച്ചുപ്പും കുറച്ച് പെപ്പർ പൗഡറും മതി, വേണമെങ്കിൽ കുറച്ച് ടേമറിക് പൗഡറും. നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് വെക്കുക. ബൈ ദി ടൈം നമുക്ക് പാസ്ത കുക്ക് ചെയ്തിട്ടെടുക്കാം. എനിക്ക് പൊതുവേ പാസ്ത കുറച്ച് നല്ലോണം ഒന്ന് കുക്കാവുന്നതാണ് ഇഷ്ടം. നോർമലി നമ്മൾ ഷോപ്പിലെല്ലാം പോയി കഴിക്കുമ്പോൾ ഇത്ര കുക്കാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഞാൻ കുറച്ചും കൂടി വേവിക്കും. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യുക. അപ്പം വെള്ളം ബോയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലത്തേക്ക് പാസ്ത ഇടുക. പാസ്ത എത്രയാണോ നിങ്ങൾക്ക് ഇഷ്ടം അത്രയും ആഡ് ചെയ്യുക. പക്ഷേ പാസ്ത കൂടുതലും ക്രീം കുറവാകുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. എനിക്ക് പൊതുവേ നല്ല ക്രീമി ആയിട്ടുള്ള പാസ്തയാണ് ഇഷ്ടം. അപ്പോൾ അതവിടെ കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കാര്യമെല്ലാം സെറ്റ് ചെയ്യാം. ഞാനിവിടെ മഷ്റൂം, ക്യാപ്സിക്കം അതുപോലെ തന്നെ ബ്രോക്കലിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ചൊരു ക്വാണ്ടിറ്റിയും കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കുക. അപ്പം ബ്രോക്കലി കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതെടുക്കുക, അല്ലെങ്കിൽ മഷ്റൂം ആണെങ്കിൽ അങ്ങനെ.
അപ്പോൾ ഇന്ന് പ്രോൺസ് ആയതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് കുക്കൊന്നും ചെയ്യാതെ. ചിക്കൻ ആണെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ബോയിൽ ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ പാസ്ത ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ സിമ്മിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കാര്യമെല്ലാം കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നതും ഇങ്ങനെ ബട്ടറിൽ സോട്ട് ചെയ്തിട്ടെടുക്കുമ്പോഴാണ്. നോർമൽ കുക്കിംഗ് ഓയിലിനെക്കാട്ടും ബട്ടർ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ഫസ്റ്റ് നമ്മൾ ബട്ടറിൽ ഗാർലിക് ആഡ് ചെയ്യണേ. എൻ്റെ അടുത്ത് ആ ഷോട്ട് എടുക്കാൻ വിട്ടുപോയതാ. അതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസിൻ്റെ കൂടെ ഓണിയനും കൂടി ഉണ്ട്. ഞാൻ ഒരു ഓണിയനാണ് എടുത്തിട്ടില്ല, എല്ലാം കൂടി ഒന്നിച്ചിട്ട് ആഡ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് പ്രോൺസും ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിക്കുക. വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യണ്ടേ. നിങ്ങൾക്ക് എത്രയാണോ വെജിറ്റബിൾസ് എല്ലാം കുക്ക് ആവേണ്ടത് അത്രയും സമയം നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിക്കുക. എനിക്ക് പൊതുവേ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നല്ലോണം കുക്കാവുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ടൈം വെച്ച്. അപ്പോൾ വെജിറ്റബിൾസും പ്രോൺസും എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. എനിക്ക് പാസ്ത ഈ ഒരു ടൈം ആഡ് ചെയ്യുന്നതാണ് ഇഷ്ടം. പാസ്ത ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടി അവിടെ വെക്കുക. അതിനുശേഷം ഈ ഒരു പാസ്ത സോസ് ഉണ്ടല്ലോ, ഞാൻ പൊതുവേ മഷ്റൂമിൻ്റെ ആണ് വാങ്ങല്. ആ ഒരു പാസ്ത സോസും അത്യാവശ്യം ആഡ് ചെയ്ത് കൊടുക്കുക. പാസ്ത സോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ആഡ് ചെയ്യേ. പിന്നെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചീസാണ് എടുത്തിട്ടുള്ളൂ. ഒരു 2 പീസ് സ്ലൈസ് ചീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്രോൺസ് ആയതുകൊണ്ട് തന്നെ കുറേ ചീസ് ആഡ് ചെയ്തിട്ട് ആ ഒരു പ്രോൺസിൻ്റെ ആ ഒരു ഫ്ലേവർ പോയി പോകണ്ടെന്നുള്ളതിലേക്കാണ് കുറച്ച് ആഡ് ചെയ്തത്. പിന്നെ ഏതെങ്കിലും നല്ലൊരു തിക്ക് ക്രീം ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണിത്. അതിൻ്റെ കൂടെ തന്നെ ഡ്രൈഡ് ഹെർബ്സും കൂടി ആഡ് ചെയ്യണം. എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാ. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ഒന്നടച്ച് വെച്ച് സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ്സും കൂടി വെക്കണേ. അങ്ങനെ നമ്മൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാസ്ത ബോയിൽ ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ ഇത് ഭയങ്കര എളുപ്പപ്പണിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.